ഹായ് മക്കളെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ അമ്മ പറഞ്ഞില്ല അമ്മ ഒരിക്കലും പോവുകയാണെന്ന്. അപ്പോൾ അമ്മ രാവിലെ പോകാൻ പോവുകയാണ്. ഇനി പോകുന്ന വഴിക്കെല്ലാം കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, പോയി സ്ഥലവും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ കയറുക, പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. ഓട്ടോയിൽ പോവുക, പോകുന്ന വഴിക്കെല്ലാം അമ്മ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ അടൂർ കഴിഞ്ഞിരിക്കുന്നു മക്കളെ, അടൂർ കഴിഞ്ഞിരിക്കുന്നു. വെച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ പത്തനംതിട്ട കഴിഞ്ഞു, നമ്മൾ എത്താറായിട്ടുണ്ട്. നല്ല ഫോറസ്റ്റ് ഒരു ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ഥലം. ഭയങ്കര കോളേജ് അന്യം നിന്ന് പോയാൽ നമ്മുടെ വയലാണ്. ഇതൊക്കെ നല്ല ഭംഗിയോട് കൂടിയുള്ള വയൽ. ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. നമ്മൾ എത്താറായിരിക്കുന്നു. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഫുഡൊക്കെ കാണും. കുട്ടനൊരു മലപ്പാമ്പ് കോഴിക്കോട് നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കുന്നു. അമ്പലത്തിൽ വന്നിരിക്കുന്നു. അപ്പോഴേ മക്കളെ അമ്മ യാത്രയൊക്കെ കഴിഞ്ഞതാ ഇവിടെ വന്ന് കുളിച്ച്. പിന്നെ ചെടിയുടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നില്ലേ. അപ്പോൾ അതൊക്കെ അമ്മ രാവിലെ കാണിച്ചു തരാം. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് അമ്മ വന്ന് കുളിച്ച് ചെടിയെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചു. ഇനി അമ്മയ്ക്ക് വല്ലതും കഴിക്കണം. അപ്പം ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം രാവിലെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കടയിൽ കയറി 2 ഇഡ്ഡലി കഴിച്ചതാണ്. അപ്പം ഉച്ചക്കൊന്നും കഴിച്ചില്ല. അപ്പം ഇനി രാത്രിത്തേക്ക് അമ്മ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ദാണ്ടേ അരിയുടെ ഒറട്ടി, പിന്നെ ബട്ടർ ചിക്കൻ, ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നിപ്പോൾ രാത്രി വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ. തുരുതുരി ചെറുതൊരു നിരകൾ ചുവരിടുക വിളകളിൽ നവനവ നവപദം എഴുതും സുരസുര വിരലുകളിൽ ഒരു പൂവഴിയും കുളിരലെഴുതി വരും നടനം മദനം നടനം സുദിനം ഒരു സുരസുര നിമിഷം ഇനിയൊരു ലഹരി തരൂ. ഹേ ഹിമഗിരി ശിഖരികളെ കരളിൽ കുളിരലവണി തരൂ. ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ മക്കളും ഞാൻ ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അമ്മ രാവിലെ എണീറ്റായിരുന്നു. രാവിലെ ഉള്ള ചായ കുടിച്ച് ഇപ്പം അമ്മ കാപ്പി ഇടുവാണ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് അമ്മ താണ്ടേ
പൂരിക്ക് പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ നല്ല സൂപ്പർ കിഴങ്ങ് കറി കണ്ട, നല്ല കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാപ്പി അമ്മ ബ്രൂവിൻ്റെ കാപ്പി ഇടുന്നുണ്ട് ചൂടോട് കുടിക്കാൻ. അപ്പം നമുക്ക് ബ്രൂവിൻ്റെ കാപ്പിയും പിന്നെ പൂരിക്ക് താമസിച്ച് പൂരി ഉണ്ടാക്കാനായിട്ട് താണ്ടേ കണ്ട എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ പൂരിയും ഇട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ പൂരി ചെറിയ പൂരിയും വലിയ പൂരി ഉണ്ട്. നമ്മളൊരു 10 ഉണ്ടാക്കുന്നുള്ളൂ, അത് മതി, അത് തന്നെ ഇവിടെ ധാരാളമാണ്. അപ്പം എല്ലാ മക്കളും രാവിലെ ആഹാരം കഴിച്ചോ? അപ്പോൾ അമ്മ പൂരി പൊരിച്ചിട്ടേ ഇതാ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാവെല്ലാം നല്ല തട്ടിക്കളയണം. അതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരിച്ചിരി ഇട്ട് നോക്കാം, എണ്ണ തിളച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. നമ്മൾ പൂരി ഇട്ട് കൊടുത്തിട്ട് കണ്ടോ, അമ്മ ആട്ടാമാവിൻ്റെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതാ അടുത്തതും ഇട്ട് കൊടുക്കാം. പരന്ന പാനായതുകൊണ്ട് സ്ഥലമുണ്ട്. എല്ലാം രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? നമ്മൾ മൈദാമാവ് ചേർത്തിട്ടില്ല. മൈദാമാവൊക്കെ ചേർത്താൽ ഇച്ചിരി പൊങ്ങി വരും. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. പരന്ന പാനായതുകൊണ്ടേ ഇത് പൊരിച്ചെടുക്കാം പെട്ടെന്ന്. ഉണ്ടോ, എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും കാപ്പി ഇത് പൊരിച്ചിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, നമുക്ക് അടുത്തടുത്ത് കൊടുക്കാം. രാവിലെ ഇവിടെ പിന്നെ മീൻ കൊണ്ടുവന്നു. നമുക്ക് കിട്ടിയേക്കുന്ന മീനെന്ന് പറയുന്നത് ചാളക്കുഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇന്ന് വലിയ പരന്ന പാനായതുകൊണ്ടേ ഇതുമാതൊന്നും നമുക്ക് കൊടുത്ത് പെട്ടെന്ന് എടുക്കാം. അമ്മ ഇതിനകത്ത് ഈസ്റ്റൊന്നും ചേർക്കില്ല. സാധാരണ നമുക്ക് ഈസ്റ്റൊക്കെ ചേർത്ത് മൈദാമാവൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ പൊങ്ങി വരും. ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് മാവും ചേർത്തിട്ട് ഗോതമ്പ് മാവും റവയും ചേർത്തിട്ടുണ്ട്. ഇതൊരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ എടുക്കാം. അതുകൊണ്ടാണ് ഇത് പൂരി അധികം പൊങ്ങി വരാത്തത്. അപ്പം മൈദാമാവ് ഇവിടെ വേടിപ്പ് വളരെ കുറവാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. 10 ഉള്ളൂ. എന്നാലും അവിടെ കാപ്പിയൊക്കെ കുടിച്ചോ? കുടുംബം ചട്ടിക്കകത്ത് വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊങ്ങി കിട്ടിയാലേന്ന് തോന്നുന്നു. കാരണം ഇത് എണ്ണ പരന്ന് കിടക്കുമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇവിടെ പൊരിച്ചെടുത്താൽ മതിയല്ലോ, തീരാറായി. 2 കൂടി ഉള്ളു. കണ്ട നമ്മുടെ പൂരി ഉണ്ടാക്കലൊക്കെ ഏകദേശം തീർന്നിരിക്കുന്നത്. 2 കൂടെ ഉള്ളു. അതിപ്പോൾ എടുക്കുമ്പോൾ പരത്തി വെച്ചാൽ പിന്നെ ചെയ്യാൻ പിന്നെ വളരെ എളുപ്പം. കണ്ടോ, പൂരി തീർന്നിരിക്കുന്നു. ഇത് നമുക്ക് കഴിക്കാം. എല്ലാവരും കഴിച്ചോ? കഴിച്ചിട്ട് വന്നാൽ പൂരിയും കിഴങ്ങറിയും തരാം. ഇന്നലത്തെ യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്. നല്ല വലിയ യാത്രയല്ലായിരുന്നു, അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് സാധനം വാങ്ങിക്കൊണ്ട് വന്നു. നിങ്ങളെ കാണിച്ചതല്ലേ കാണിച്ചേ.
അപ്പോൾ കാണിക്കാവേ. ആ പോയ സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ല നാടൻ കാ കിട്ടി, ഏത്തക്ക. നമ്മൾ നാടൻ ഏത്തക്കയും പിന്നെ അല്ലാതുള്ള ഒരു പൂവമ്പഴത്തിൻ്റെ കൊലയും കൂടെ, ഞാലിപ്പൂവിൻ്റെ കൊലയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. അത് കാണിച്ചു തരാം. എന്നാൽ നമ്മുടെ പൂരിയൊക്കെ ഉണ്ട് ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട പൂരി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് അമ്മ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന നാടൻ ഏത്തക്കായ കാണണ്ടേ, ഏത്തക്ക. പിന്നെ അവിടുന്ന് കുറച്ച് കപ്പയ്ക്കൊക്കെ വാങ്ങി. ആണോ, ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടുവന്ന നാടൻ ഏത്തക്ക, പിന്നെ കുറച്ച് കപ്പയ്ക്ക, പിന്നെ ചെറുപഴം ഞാലിപ്പൂവൻ്റെ പഴം. അപ്പോൾ ഇതൊക്കെ ഇന്നലെ അമ്മ അവിടെ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് പൂരി കഴിക്കാം. നല്ല വിശപ്പുണ്ടേ. എന്തായാലും കഴിച്ചോ. അപ്പം നമുക്ക് ആദ്യം കണ്ട 4 പൂരി. നമ്മുടെ സൂപ്പർ കിഴങ്ങ് കറി ഉണ്ട്. നമുക്ക് കിഴങ്ങ് കറി ഇങ്ങോട്ട് വെച്ച് കണ്ടോ, കിഴങ്ങ് കറി പൂരി. അപ്പം എല്ലാവരും ആഹാരം കഴിച്ചോ? നമ്മൾ കഴിക്കാം. ചൂട് പൂരി അല്ല, കിഴങ്ങ് കറിയിലോട്ട് മുക്കി അടിപൊളി. അപ്പം എല്ലാവരും ആഹാരം കഴിക്കും. അപ്പം അമ്മ അവിടെ പോയിരുന്നു സമാധാനത്തിൽ ആഹാരം കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മയ്ക്ക് താണ്ട് ചെറിയ ചാള, കുഞ്ഞു ചാള വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു ചാള. അപ്പം കുറച്ച് ചാള അമ്മ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കറിക്ക്, കുറച്ച് വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വറുക്കാനുള്ളതാണ് അമ്മ പരട്ടി വെച്ചിരിക്കുന്നത്. ഈ കുഞ്ഞു തലയില്ലേ, ആ തലയിലാണ് അമ്മ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. 5-6 ചാള കണ്ട് നമുക്ക് വറുക്കാനിടാം. അതൊക്കെ അമ്മ സെറ്റാക്കി വെച്ചേക്കുകയാണ്. 5-6 നമുക്ക് വറുക്കാം. കുഞ്ഞു ചാളയായിരുന്നു. അത് ഇതിൻ്റെ തല നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ തലയൊന്ന് വറുക്കാം. നല്ല കറുമുറാന്നിരിക്കും. തല വറുക്കാനിട്ടുണ്ടേ. ഇത് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് മുളക് പുളിയാണ് വെക്കുന്നത്. അപ്പം മുളക് പുളി വെക്കാനായിട്ട് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു ഉടങ്കല്ലി മുളക്, ഒരു ഇച്ചിരി ചുവന്നുള്ളി. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് വഴറ്റാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടെ ഇട്ടങ്ങ് വഴറ്റാം. അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ. ഇതൊന്ന് മൂക്കുന്നപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർക്കാം. അപ്പോഴേ നമ്മളാണ്ട് ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സൂപ്പർ കപ്പ നമ്മളിതിനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആ കപ്പ ഇത് കുറച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കറി വെക്കാം. അപ്പം അമ്മ തന്നെ വടക്കമ്പുളി നിന്ന് എടുക്കട്ടെ. വടക്കമ്പുളി ഇട്ട് അമ്മ മുളക് കറി വെക്കുന്നത്. രണ്ടെണ്ണം മതി വടക്കമ്പുളി. രണ്ടെണ്ണം. അപ്പം നമുക്കിത് കഴുകിയെടുക്കാം. കഴുകി പിച്ചെടുക്കാം. ചില വാക്കുമ്പോൾ നല്ല ഇത് ഭയങ്കര ഒരു കത്തിയുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാം. അതല്ല വാക്കുമ്പോൾ കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ താണ്ടേ ഇതൊക്കെ മൂത്തിട്ടുണ്ടേ. അപ്പം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, അതായത് 1, 2, 3 ഒരു ചെറിയ സ്പൂൺ, ഒരു 3.5 സ്പൂൺ മുളക് പൊടി, ഒരു ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മൾ ഇടുന്നോളാം. എന്നിട്ട് ഇത് നല്ലോണം നമുക്കങ്ങ് വഴറ്റിയെടുത്തിട്ട് ചെറിയ ശീലം മുപ്പിട്ട് നമുക്ക് ഉടങ്കല്ലി മുളകില്ല, അതൊക്കെ ഒരെണ്ണം കീറിയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കണം. ഇത്ര ഉപ്പാണ് ചേർക്കുന്നത്.
നമ്മൾ ഉപ്പ് പരലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ ആ മുളകൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാണ്ട് ഈ 2 കടക്കപ്പുളിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഉണ്ട് നമ്മൾ വറ്റിച്ചല്ലേ വെക്കുന്ന മുളക് പൊടി, അധികം വെള്ളം വേണ്ട. അതുപോലെ ഇച്ചിരി അല്ലേ ഉള്ളൂ, ഇച്ചിരി മീനേ ഉള്ളൂ, അതിനുള്ളത് മതി. തിളച്ചിട്ട് അപ്പഴേ നമുക്ക് മീൻ തിരിച്ചിടാം. എല്ലാവർക്കും മീനൊക്കെ കിട്ടിയോ? ഇവിടെ കൊല്ലക്കാട് സ്പെഷ്യലെന്ന് പറയുന്നത് മീനാണ്. മീനില്ലാതെ അവർക്ക് കറി പൂർത്തീകരിക്കത്തില്ല കൊല്ലക്കാർക്ക്. ബാക്കിയുള്ള നാട്ടിലൊക്കെ മീൻ അങ്ങനെ ഉപയോഗിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൊല്ലത്തുള്ളവർക്ക് മീൻ വേണം. അതാണ് കൊല്ലത്തിൻ്റെ പ്രത്യേകത. മീനും ഉണ്ടേ, ഒരുപാട് മീനും ഉള്ള നാടാണ് കൊല്ലം. ഒരുപാട് ഫ്രഷ് മീൻ കിട്ടും. നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വാങ്ങിയതാണ്. അതേസമയം നമ്മൾ പോയി വാങ്ങുവാണെങ്കിൽ ഒരുപാട് മീൻ കിട്ടും. ഇതിപ്പോൾ ഈ കുഞ്ഞു ചാളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊല്ലം ചാളയായി, വലുത്തല്ല, വലുച്ചാളയല്ല, കൊല്ലം ചാളയാണ്. ചിലപ്പോൾ കൊല്ലത്ത് വലുച്ചാള കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഈ മീനെ ഒന്നുകൂടെ നമ്മൾ കഴുകിയെടുക്കണം. അത് തന്നെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാക്കി കുഞ്ഞ് ചാളക്കുഞ്ഞിട്ട് കൊടുക്കാം. ചാള ഓരോന്ന് നല്ല രസമുണ്ട് ഇങ്ങനെ പറക്കിയിടാൻ കേട്ടോ. വരി ഇല്ലാത്ത അങ്ങനെ ഇടുന്നതാണ് നല്ലത്. ഉണ്ടോ? ആ വരിക്കിന് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഉടനെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിട്ടു വന്നിട്ട് അത് ഇവിടുന്ന് ഒരെണ്ണം ഇവിടുത്തെ ക്ലിത്തറ കാണിച്ചത് മൊത്തം കൂടെ വരിയിട്ടു. ഭയങ്കര അക്രമമാണ്. എന്നിട്ട് നമുക്ക് മീനെല്ലാം അങ്ങോട്ട് പറിച്ചു കൊടുക്കാം. ഉണ്ടോ? കുരുമുളക് പൊടി ഇല്ല, കുരുമുളക് പൊടി ഉണ്ടാകും. നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാൻ. ഉണ്ടോ ചാള? ഇനി അത് ഇവിടെ നിന്ന് വറ്റട്ടെ, എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. മീൻ അപ്പോഴത്തേക്കും നമ്മൾ വേണ്ട ഒരു ഭാഗം ഒന്നുകൂടെ, അപ്പം നമുക്ക് ഒരു ഭാഗം നമ്മൾ തിരിച്ചിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ട് മുരിച്ചെടുക്കണം. ഈ കുഞ്ഞു ചാള എപ്പോഴും നല്ല മുരിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോഴേ അമ്മ ഇങ്ങനെ ചാള ഇങ്ങനെ മുരിച്ച് വരുമ്പോഴേ ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനം ചേർക്കും. വേറെ ഒന്നുമല്ല, നമ്മളെ മുളക് പൊടി. ഇങ്ങനെ ഈ ചാള ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ടല്ലേ ഈ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. കേട്ടോ, ഉണ്ടോ? നല്ല രുചിയാണ്. അപ്പം നല്ല രുചിയായി എരി നല്ലോണം പിടിക്കുകയും ചെയ്യും. അത് തിരിച്ച് മറിച്ച് വിട്ടെടുത്താൽ അപ്പോൾ ഒന്നുകൂടെ ചായക്കൊരു ഇത് കിട്ടും, എരിയും കിട്ടും, ഒരു രുചിയും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഉണ്ടോ? എല്ലാം ഒന്നുകൂടെ ശരിയാവട്ടെ, സെറ്റാവട്ടെ. സെറ്റായിട്ട് ഞാൻ വാങ്ങിട്ടെ. അപ്പോഴേ മക്കളെ നമ്മുടെ മീൻകറിയൊക്കെ താണ്ടേ കണ്ട അടിപൊളിയായിട്ട് അമ്മ വറ്റിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻ വറുത്തും വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഇനി അമ്മ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുറത്തൊക്കെ ഒന്ന് വാരി വീട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വരാം. ഓക്കെ? എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇതാ അമ്മ ചോറ് ഇവിടെ വേണ്ടേ, ഉച്ചത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. ആദ്യം നമുക്ക് ചോറിട്ട് അമ്മ ചോറ് ചൂടാക്കും കേട്ടോ. ചോറ് കഴിക്കാൻ നേരത്തെ ചൂടുണ്ട്, നല്ല ചൂട് ചോറാണേ. ചൂട് ചോറ് നമുക്കതിലോട്ട് നമ്മുടെ വെള്ളം നല്ല സൂപ്പർ കപ്പാണ്ട തൊണ്ട അടയുന്നു. നമുക്ക് ആ സൂപ്പർ കപ്പ അങ്ങോട്ട് വിളമ്പി, കപ്പ ഇത്തിരി തോനെ എടുക്കുക. അപ്പം നമുക്ക് ആ കപ്പ അങ്ങോട്ട് വിളമ്പി, ഇനി നമുക്ക് നമ്മുടെ ചാള, ചെറിയ ചാള വറ്റിച്ചത് കണ്ട സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ചെറിയ ചാള വറ്റിച്ചത് കണ്ട പുറത്തോട്ട് അങ്ങോട്ട് വിളമ്പി, ഇനി നമുക്ക് നമ്മുടെ മീൻ വറുത്തത്, ചെറിയ ചാളക്കുഞ്ഞ് വറുത്തത് ഉണ്ട്, ചാളക്കുഞ്ഞ് വറുത്തതും പിന്നെ നമ്മുടെ തലയില്ല, ചെറിയ ചാളയുടെ തല
അത് സൂപ്പർ ടേസ്റ്റാണ് കപ്പ കഴിക്കാൻ കേട്ടോ. അതും കൂടെ കുറച്ചും കൂടെ എടുക്കും. അത് പിന്നെ അച്ചാറുണ്ട് നല്ല സൂപ്പർ അച്ചാറുണ്ട്, ബീട്രൂട്ട് അച്ചാർ. അപ്പം നമ്മൾ അടിപൊളി ബീട്രൂട്ട് അച്ചാർ അതെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അച്ചാർ ബീട്രൂട്ട് അച്ചാർ, ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടിട്ടുള്ള അച്ചാർ കൊള്ളാം. അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചോ? അപ്പം ഇന്നത്തെ അമ്മയുടെ ഊണാണ്. ചോറ്, ചെറിയ ചാളക്കറി, ചാള വറുത്തത്, ചാളയുടെ തല താണ്ട് കുഞ്ഞി തല ഇങ്ങനെ അങ്ങോട്ട് വറുത്തിട്ട് ഇത് കപ്പയും കൂട്ടി കഴിയും, സൂപ്പർ ടേസ്റ്റ്. ബീട്രൂട്ട് അച്ചാർ. അപ്പം എല്ലാ മക്കളും ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കട്ടെ. അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവാണ്. എല്ലാ മക്കളും ചോറ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അമ്മ കഴിക്കട്ടെ. നമ്മളിന്നലെ വാങ്ങിക്കൊണ്ട് വന്ന പച്ച ഏത്തക്കയില്ലേ, അതിൽ നിന്ന് 4-5 എടുത്ത് അമ്മ രണ്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് വറുക്കാനായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളേ ആ ചിപ്സ് വറുക്കാനുള്ള ഏത്തക്കതാ അമ്മ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. വേണ്ട, വളരെ കനം കുറച്ച് നമുക്കിത് അരിഞ്ഞെടുക്കട്ടെ. ചിപ്സിലുള്ള കായൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാം. ബായോ വാ. അപ്പോഴും നമ്മൾ താണ്ടേ ചിപ്സ് വറുക്കാനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഏത്തക്ക അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. ചിപ്സ് എണ്ണ ചൂടായില്ല. ഇവിടുത്തെ ഒരു കുരുത്തം കിട്ടൊരു സാധനമുണ്ട് കേട്ടോ, വയസ്സുണ്ടെന്ന് വെറും മന്ദബുദ്ധിയാണ്. അപ്പം അതിങ്ങനെ ഇതിന് ഓരോ ഞൊളപ്പുകളാണെന്ന് കാണിക്കുന്നതാണ്. അപ്പോഴേ നമുക്ക് വാരിയിടാം. വേണ്ടേ, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിടാം. കുറച്ചിട്ട് കൊടുക്കുക, ഇളക്കരുത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി തൂകാം. പക്ഷെ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി തൂകുന്നില്ല. ഞാൻ മുരിഞ്ഞിട്ട് ഇളക്കരുത്, മതി. അത് അവിടെ കുടുത്തക്കാരാണല്ലേ. നമുക്കേ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. പക്ഷെ ഞാനതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ. ചിപ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്ക് 4 മണിക്ക് ചിപ്സാണല്ലോ. ഇപ്പം നമ്മൾ ഇളക്കരുത്. ഇളക്കണ്ട, അത് ശരിയായിക്കോളും. തലയ്ക്ക് സ്ഥിരതയില്ല മോളെ, അതുകൊണ്ടാണ്. കുരുത്തൊക്കെ ഓരോന്ന് ചെയ്ത് വന്ന് ഇത് കാണിക്കും. അപ്പോഴേ എന്താ മഞ്ഞപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. മഞ്ഞ കളർ ചിപ്സിന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി. ഇത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പ് നീരൊഴിച്ച് ഇളക്കിയ കായാണേ. നമ്മൾ ചിപ്സിന് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ചിപ്സ് കറുമുറ ഇരിക്കത്തില്ല, അത് നല്ല തടുത്തിരിക്കും. അപ്പം ഇന്ന് 4 മണിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ? അത് നമ്മൾ മേടിച്ച കായൊന്നുമില്ല, നല്ല നാടൻ ഏത്തക്കയാട്ടോ, സൂപ്പർ കായ. അതിന് ചാക്കിനകത്തൊന്നും ആക്കിയില്ല, ചാക്കിനകത്ത് ആക്കി വെക്കണം. തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും. കണ്ട, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, ഇനി മൂക്കട്ടെ. മക്കളെ ചിപ്സ് വറുത്ത് കഴിക്കാം മക്കളെ, നല്ലൊരു പാട്ടുമ്മ. പണ്ടത്തെ പാട്ട് ഓർമ്മയുണ്ടോ? ഇവിടെ ഉള്ള ഒരു പെണ്ണ് വിചാരിക്കുന്നത് എന്തറിയാമോ, ഇതൊന്നും പാട്ടല്ല, ഇതൊക്കെ പണ്ടത്തെ പാട്ടാണ്, നമുക്കറിയാമല്ലോ. എന്തുവാ അതിന് പറയുന്നത്?
ആ പത്തിരി ചുട്ട് നിരത്തി എന്തോ എന്തോ ഒരു പാത്തുമാന്ന് പറഞ്ഞ പാടുണ്ടല്ലോ, സൂപ്പർ പാട്ടാ അത്. എന്താ ചിപ്സ് മൂക്കട്ടെ, ചിപ്സ് മൂക്ക. നമുക്കത് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കളർ കുറവാണ്, ഞാനത് കളറുണ്ട്, നമുക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ആ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ടുണ്ടേ അപ്പം നല്ല കളർ കിട്ടും. ഞാൻ വിചാരിച്ചു ഈ നാടൻ കാഴ്ചയെ കളറുണ്ടെന്ന്, പക്ഷെ കളർ കുറവാണ്. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒന്ന് വേണം. വേണ്ട, ഇത് മൂത്ത് വരണം. ഇപ്പം കളറുണ്ട്. ഉണ്ടോ നല്ല മൂക്കണം, സമയം പിടിച്ചു. അപ്പം വറുത്ത് മൂത്തട്ടേ അമ്മ കാണിക്കാം. അപ്പോഴേ നമ്മളെ ചിപ്സൊക്കെ കാണണ്ടേ നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഭയങ്കര അക്രമമാണ് വന്ന് നിന്നിട്ടുണ്ട്. ചൂട് ചിപ്സിനകത്ത് കൈ എടുത്ത് വെച്ച് കൈ കൊള്ളി അതാണത് കരയുന്നത് അല്ല ചിരിക്കുന്നത്. നമുക്ക് അടുത്തിട്ട് കൊടുക്കാം. മൂന്ന് ട്രിപ്പിലുണ്ട്. അപ്പം നമ്മുടെ കറുമുറ ചിപ്സ് ഇതാണ്ടേ കണ്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല നൈസായിട്ട് അമ്മ അരിഞ്ഞത് കണ്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി. ഉപ്പും എല്ലാം കറക്റ്റ് തന്നെ. അടുത്തിട്ടിട്ടുണ്ടേ. ഈ ചിപ്സ് എനിക്ക് വേണ്ടി മാത്രമാണ്, ഞാൻ കുറച്ച് തിന്ന് തീർക്കും. കൈപൊള്ളി ഇവിടെ അമ്മയുടെ മോളെ ചിപ്സ് ഓടി നേരെ കുരുത്തക്കേടാട്ടാ. വയസ്സുണ്ട് പക്ഷേ കുരുത്തക്കേടാ. അതൊന്ന് ചിപ്സിനകത്ത് കൈ ഇട്ടതാ. ചിപ്സ് കൈയൊക്കെ പൊള്ളി, അവിടെ പൊള്ളി. അയ്യോ എന്ന് പറഞ്ഞ കഥയാ. നമുക്കത് ഇളക്കി നോക്കാം. അമ്മ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചിപ്സൊക്കെ വറുത്ത് ഡാൻഡായി. നമ്മുടെ ചിപ്സ് വറുത്തത് എന്നാ നല്ല സോഫ്റ്റ്, നല്ല കറുമുറായി ചിപ്സ്. അടിപൊളി. അപ്പോൾ നമ്മുടെ ചിപ്സ് വറുത്തതും നമ്മുടെ ചായയും ചിപ്സും അമ്മ കഴിക്കട്ടെ. 4 മണിക്ക് എല്ലാവരും ചായ കുടിച്ചോ? 4 മണിക്ക് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ നല്ല സൂപ്പർ ചിപ്സും ചായയും തരാം. അമ്മ കുടിക്കട്ടെ. എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ?
അപ്പം അമ്മ ഇതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കേരളത്തിലല്ലായിരുന്നു. അപ്പോഴവിടെ അമ്പലത്തിലങ്ങാണ്ട് വെച്ചിരുന്ന ധർമ്മസലി. അപ്പം ധർമ്മസലി കൊണ്ട് തന്നു. അപ്പം ധർമ്മസലി ഇരിക്കുന്നു. പിന്നെ അമ്മ രാത്രിത്തേക്കുള്ള രാവിലത്തെ പൂരി ഇരിക്കുന്നു, കിഴങ്ങേറി ഇരിക്കുന്നു, ചോറ് കപ്പ എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ അമ്മ വെള്ളം ഒഴിച്ച് കിടക്കുന്നേ ഉള്ളൂ. അപ്പം അമ്മ പൂരി കിഴങ്ങേറിയും ഈ പായസം കുറച്ച് കഴിക്കാം, ഒത്തിരി ഉണ്ട് കുറച്ച് കഴിക്കാം. അപ്പം അമ്മ അത് കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ്. എല്ലാവരും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ ആഹാരം കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോ അമ്മ ഇട്ടില്ല. ഇന്നലത്തെ ലോങ് വീഡിയോ ഇന്നത്തെ വീഡിയോ കൂടെ അമ്മ ഒരുമിച്ച് ഇടും. പല യാത്ര പോയതെല്ലാം കൂടെ ചേർത്തിടും. അപ്പോഴ് അമ്മ ആ പൂരിയും കിഴങ്ങേറിയും കഴിക്കിയിട്ട് പായസം കുറച്ച് കുടിക്കുക. രാത്രി നല്ല ഫുഡടിയാണ്. എന്തോ രാത്രി ഭയങ്കര വിശപ്പാണ്. അവ കഴിച്ചിട്ട് കിടക്കട്ടെ. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.